ബഹുമാന്യരെ, നമുക്കിന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിശിഷ്ട അതിഥി എന്ന് തന്നെ പറയാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫാദർ തോമസ്. അച്ഛൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ തന്നെ ഈ സ്ഥാപനത്തിലുണ്ട്. അച്ഛൻ നമ്മുടെ ആലപ്പുഴ രൂപതയിലെ വൈദികരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അച്ഛനെ പ്രത്യേകം ക്ഷണിച്ച് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അച്ഛനെക്കുറിച്ചും അച്ഛൻ ധ്യാനിപ്പിക്കുന്ന വളരെ പ്രത്യേകത ഉള്ള വിഷയത്തെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. ആദ്യമേ ബഹുമാനപ്പെട്ട തോമസ് അച്ചോ, ഈ റേഡിയോ നെയ്തലിൻ്റെ ഈ ചാനലിലേക്ക് അങ്ങയെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. താങ്ക് യു വെരി മച്ച് ഫാദർ. ഓക്കെ, അച്ഛൻ്റെ പേരൊന്ന് കൃത്യമായിട്ട് പറയാം. എൻ്റെ പേര് തോമസ് കരിമുണ്ടയ്ക്കൽ. കരിമുണ്ടയ്ക്കൽ. ഓക്കെ, അച്ഛൻ്റെ വീട് ഇപ്പം കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്താണ്. ആ ഭാഗത്താണ്. പക്ഷെ അച്ഛൻ ജനിച്ചു വളർന്നത് പാലായിലെ മുട്ടിച്ചിറ കാപ്പുന്തല ഭാഗത്ത്. മുട്ടിച്ചിറയിലാണ്. ശരി, ഓക്കെ, വളരെ സന്തോഷം. പക്ഷെ അച്ഛൻ ഇപ്പോൾ സേവനം ചെയ്യുന്നത് എവിടെയാണ്? ഞാൻ പൂന പേപ്പൽ സെമിനാരിയിലെ പേപ്പൽ സെമിനാരി അറിയാം. പിന്നെ പേപ്പൽ സെമിനാരിലെ അധ്യാപകനാണ്. വെരി ഗുഡ്. അവിടെ വൈദികരെ പഠിപ്പിക്കുന്ന ദൗത്യമാണ് അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദൗത്യത്തിൽ നിന്നാണ് അച്ഛൻ ഇപ്പോൾ നമ്മുടെ രൂപതയിലെ പുരോഹിതർക്ക് ധ്യാനം നൽകുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് സാവധാനം അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന മേഖലയെക്കുറിച്ചും ഇപ്പോൾ ഇവിടെ നടത്തുന്ന ചില പ്രത്യേകമായ വിഷയങ്ങളെക്കുറിച്ചും അറിയാനായിട്ട് പരിശ്രമിക്കാം. പേപ്പൽ സെമിനാരിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഞാൻ ബൈബിളാണ് പഠിപ്പിക്കുന്നത്. അച്ഛൻ്റെ ഡോക്ടറേറ്റ് ബൈബിളിലാണ്. പഴയ നിയമത്തിലാണ്. ഓൾഡ് ടെസ്റ്റമെന്റ്. ഓക്കെ, ശരി. ഈ ബൈബിള് പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ ധ്യാനിപ്പിക്കുന്നത് മറ്റൊരു വിഷയമാണല്ലോ യഥാർത്ഥത്തിൽ. അത് ഒരു പ്രചോദനം കിട്ടിയത്, ഞാൻ പല ഗ്രൂപ്പുകളിലെ അച്ഛന്മാർക്ക് ഞാൻ ധ്യാനിപ്പിക്കാറുണ്ട്. അതെ. അപ്പോൾ പലപ്പോഴും ഞാൻ ഈ ചർച്ച് ഡോക്യുമെന്റ്സ് മെൻഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും അച്ഛന്മാർ പറയും, ഞങ്ങളതിനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, അതിനെക്കുറിച്ച് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പം അച്ഛനതൊന്ന് സംഗ്രഹിച്ച് പറയാവോ എന്ന് 2-3 ഗ്രൂപ്പുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഒരു നമ്മുടെ പശുദ്ധ പിതാവിൻ്റെ പഠനങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. ഈ കാരണം അങ്ങനെ നമ്മൾ അച്ഛന്മാർ പൊതുവെ ബൈബിള് കാര്യമായിട്ട് വായിക്കും, പഠിക്കും, ധ്യാനിക്കും. പക്ഷേ ചർച്ച് ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ ഗൗരവത്തിൽ ചെയ്യേണ്ടതാണെങ്കിലും സാധാരണ അത്രയും സമയം കൊടുക്കാറില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ബൈബിൾ പോലെ അത്ര ഒരു ഒറ്റ സാധാ വായനയ്ക്കൊന്നും വ്യക്തമാവില്ല നമ്മുടെ സഭാ ഡോക്യുമെൻറ്റ്സ്. ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചതുപോലെ ഒരു ചോദ്യം അതിൻ്റെ പിന്നിലുമുണ്ട്. ഇപ്പോൾ അച്ഛൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളാണ്, അല്ലേ? അതെ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പയെ 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നേരിൽ കണ്ടിട്ടുണ്ട്. അത് ശരി. സംസാരിച്ചിട്ടില്ല, എന്നാലും ഓഡിയൻസിലൊക്കെ കൂട്ടത്തിൽ കൈയൊക്കെ പിടിക്കാൻ, അങ്ങനെ വളരെ നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു ഹാർട്ട് ടു ഹാർട്ട് വൈബ്രേഷൻ നമുക്ക് കിട്ടും. കറക്റ്റ്, വളരെ കൃത്യമാണ്. പിതാവിനെ കാണുമ്പോഴുള്ള ഒരു അനുഭവം അതാണ്. അല്ല, ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു മാർപ്പാപ്പയാണ്. അദ്ദേഹത്തെ അറിയാത്തവർ തന്നെ ലോകത്ത് ആരും ഉണ്ടാവില്ല. അത്രയും ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്. ലോകം മുഴുവനും അദ്ദേഹം നിരന്തരമായി പ്രചോദനമായിട്ട് നിലകൊണ്ട ആളാണ്. അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടു പിരിഞ്ഞിട്ടുണ്ടെന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കണക്ക് അതാണ് ഒരു അനുഭവം. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങൾ 1-2 ഇങ്ങനെ 1, 2, 3 അങ്ങനെ ഒന്ന് പറയാമോ? ഏറ്റവും ആദ്യത്തേത് ലൂമൻ ഫിദൈ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ഫെയ്ത്ത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ബെനഡിക്ട് 16 മാപ്പ നടത്തിയിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തത് പോപ്പ് ഫ്രാൻസിസ് ആണ്.
രണ്ടാമത്തെ ചാക്രിക ലേഖനമാണ് ലോകമെമ്പാടും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടത് ലൗദാത്തോ സി 2015 ഇറങ്ങി. മൂന്നാമത്തതാണ് 2020 ഇറങ്ങിയ ഫ്രത്തല്ലി തുത്തി. ഈ ലൗദാത്തോ സിയുടെ അതിൻ്റെ ഒരു മലയാളം ദൈവത്തിന് സ്തുതി. ഓക്കെ. പിന്നെ ഫ്രത്തല്ലി തുത്തി എന്ന് പറയുന്നതിന്റെ ഒരു മലയാളം നമുക്ക് സാഹോദര്യം, സാർവത്രിക സാഹോദര്യമെന്നോ സാർവത്രിക സാഹോദര്യം എന്ന് പറയും. അടുത്തത് ഏറ്റവും അവസാനത്തതാണ് ദിലക്സിത് നോസ് എന്ന് പറയുന്നത്. ദിലക്സിത് നോസ്. ഓക്കെ. ഹി ലവ്ഡ് us. അവൻ നമ്മെ സ്നേഹിച്ചു. ഈ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ലൗദാത്തോ സി ആണ്. ലൗദാത്തോ സിയും അതുപോലെ തന്നെ ഫ്രത്തല്ലി തുത്തിയും ചർച്ച ചെയ്യപ്പെട്ടു. കാരണം അതിന് എല്ലാ മനുഷ്യരെയും സമാശ്ലേഷിക്കുന്ന ഒരു പ്രമേയമുണ്ട്. ഉദാഹരണത്തിന് കത്തോലിക്ക വത്തിക്കാൻ്റെ പാരമ്പര്യത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ചാക്രിക ലേഖനം കത്തോലിക്ക സഭയ്ക്ക് പുറമേയുള്ള എല്ലാവരെയും അഡ്രസ് ചെയ്തു വരുന്നത്. ടു ഓൾ പീപ്പിൾ ഓഫ് ഗുഡ് വിൽ ആൻഡ് എവറി പേഴ്സൺ ലിവിങ് ഓൺ ദിസ് പ്ലാനറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൗദാത്തോ സി തുടങ്ങുന്നത്. അതല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മുടെ കത്തോലിക്ക പാരമ്പര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ചാക്രിക ലേഖനങ്ങളൊക്കെ എഴുതപ്പെട്ടത്. പലപ്പോഴും ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. പിന്നെ ഈ അടുത്ത നാളുകളിലായിട്ട് മറ്റൊരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്ന് പുറപ്പെടുന്ന ഇതേപോലുള്ള ചാക്രിക ലേഖനങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുന്ന ഒരു സമൂഹം കേരളത്തിലെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ രണ്ട് ചാക്രിക ലേഖനങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നതായിരുന്നു, സംബന്ധിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഉദാഹരണത്തിന് ലൗദാത്തോ സിയിൽ നാം കാണുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഭൂമിയെ, ഈ ഭൂമാതാവിനെ സംരക്ഷിക്കണം. ഈ 160 നമ്പറിൽ മാർപ്പാപ്പ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. വാട്ട് ഷുഡ് വി ഡു ടു ദ കമ്മിങ് ജനറേഷൻ? നമ്മുടേത് മാത്രമല്ല, വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് നാം എന്താണ് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ നിരന്തരം ചോദിക്കേണ്ടതുമാണ്. അത് ശരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ പറയും ഇതൊരു ഒരു ഐസൊലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ മാത്രം കാണേണ്ട ആവശ്യമില്ല. വി ഷുഡ് നോട്ട് ഡിസ്കസ് ഇൻ പീസ് മീൽ, ബട്ട് വി മസ്റ്റ് ഹാവ് ആൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. ഒരു സമഗ്രമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന് മാത്രമേ, ഒരു ചർച്ചയിൽ നിന്ന് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇത് വെറും ഒരു ഇക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ടല്ല ഫ്രാൻസിസ് കാണുന്നത്. മനുഷ്യ ജീവിതത്തെ സമൂലമായി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കുമുള്ള ഒരു ചർച്ചയും ഒരു അന്വേഷണവുമായിട്ടാണ് ഇപ്പോൾ ഫ്രാൻസിസ് ഇതിനെ കാണുന്നത്. ഈ ലൗദാത്തോ സിയിലല്ലേ ഇങ്ങനെ മാർപ്പാപ്പ പറയുന്നത് ഭൂമി ഒരു പൊതുഭവനം, തീർച്ചയായും ആ ഒരു കൺസെപ്റ്റ് കോമൺ ഹോം അത് ഒരുപാട് ചർച്ച വളരെ ഗൗരവമുള്ള ഒരു വിഷയവുമാണ്. തീർച്ചയായും. മാത്രമല്ല ഭൂമി ഒരു പൊതുഭവനമെന്ന് മറ്റാരും ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? പക്ഷേ ഈ ഒരു അനുഭൂതി അദ്ദേഹത്തിന് നമ്മുടെ ഫ്രാൻസിസ് അസീസിയുടെ ഒരു മിസ്റ്റിക്കൽ അനുഭൂതിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അദ്ദേഹം ഫ്രാൻസിസ് അസീസിയെ പ്രചോദനം സ്വീകരിച്ച ആളാണല്ലോ. പേര് പോലും അങ്ങനെ തന്നെ എടുത്ത ആളാണ്. തീർച്ചയായിട്ടും. അതെ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വ്യക്തിജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രചോദനങ്ങൾ വ്യക്തിജീവിതത്തിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എടുക്കുമ്പോഴും അത് പലതും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി, ഓട്ടോബയോഗ്രഫി എന്ന് പറയാവുന്നതുപോലെ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതം. തീർച്ചയായിട്ടും. അത് ഞങ്ങളിവിടെ ചർച്ചയ്ക്കെടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ജീവിതമല്ല, ഭൂമിയുടെ ജീവിതമാണ് അദ്ദേഹം പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ ലൗദാത്തോ സി തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അച്ഛാ. ഫ്രാൻസിസ് അസീസിയുടെ ഒരു മിസ്റ്റിക് അനുഭൂതി തുടങ്ങുന്നു പറയുന്നു. സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും എല്ലാവരും ഈ സഹോദരി, ഈ ഭൂമി എൻ്റെ സഹോദരി. എന്നിട്ട് പോപ്പ് ഫ്രാൻസിസ് ചോദിക്കുകയാണ്, എന്തേ ഇന്ന് ഈ ഈ സഹോദരി കരയുന്നു? ചോദ്യമാണ് ഇത് കൃത്യമായും ഫ്രാൻസിസ് അസീസിയുടെയാണ്. അങ്ങനെയുള്ള ചൈതന്യം ഉണ്ട് അതിനകത്ത്. ഈ നമ്മുടെ ലൗദാത്തോ സിയുടെ ബേസിക് 3-4 കൺസെപ്റ്റ് പറയാം. ഒന്നാമത്തത് അദ്ദേഹം പറയുന്നത് ഒരു ഗ്ലോബൽ ഇക്കോളജിക്കൽ കൺവേർഷൻ. അതാ
പിന്നെ ഒരു ഇൻ്റഗ്രൽ ഇക്കോളജിക്കൽ സ്പിരിച്വാലിറ്റി. ആ പക്ഷെ ഇത് വരുന്നതിന് മുമ്പ് പോപ്പ് ഫ്രാൻസിസ് മറ്റ് മുമ്പുള്ള അധ്യായങ്ങളിലൊക്കെ എന്താണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും വലിയ പ്രധാനമായിട്ട് അദ്ദേഹം കാണുന്നത് ഒരു ടെക്നോക്രാറ്റിക് പാരഡൈം. കറക്റ്റ്. അതാണ് നമ്മുടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. ഒരു ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ കടന്നുപോയി. ആ ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു കാലത്ത് അത് ആവശ്യമായിരുന്നു. പക്ഷെ ഇന്ന് ആ ടെക്നോക്രാറ്റിക് പാരഡൈത്തിൽ നമ്മൾ മുഴുവനും അകപ്പെട്ടു പോയി, വീണുപോയി. അവിടെ മനുഷ്യന് പ്രാധാന്യമില്ല. മനുഷ്യനെ ഒരു ഒരു മെഷീനെ പോലെ കണ്ട് അത് ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് ഒരു പ്രാധാന്യവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. കറക്റ്റാണ്. ഞാനിത് ഓർക്കുന്ന ഒരു കാര്യം, ഈ ലൗദാത്തോ സി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഏതെങ്കിലും ഒരു അച്ഛനിൽ നിന്നോ ബിഷപ്പിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഒന്നുമല്ല. കാട്ടൂർ കടൽത്തീരത്ത് ഒരു സമ്മേളനം നടക്കുവാണ്. ആ സമ്മേളനത്തിൽ പരിസ്ഥിതി പ്രകൃതിയായിരുന്നു വിഷയം. കടൽത്തീരത്താണ് നടക്കുന്നത്. ബിനോയ് വിശ്വം, നമ്മുടെ CPIയുടെ നേതാവ്, അദ്ദേഹമാണ് അതിൻ്റെ മുഖ്യ സംഘാടകനും മുഖ്യ പ്രസംഗകനും എല്ലാം. അപ്പോൾ ഞാനും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ അദ്ദേഹം ലൗദാത്തോ സിയെക്കുറിച്ച് വിശദീകരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. വളരെ സുന്ദരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. ഞാനിത് കഴിഞ്ഞ് പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞാനിവിടെ ഇരുന്ന് ഇത് മുഴുവൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലോക ഇദ്ദേഹത്തിന് കൊടുത്താലോ എന്ന് എനിക്ക് ചിന്ത വന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തു. അത് ശരിയാണ് അച്ഛാ. കാരണം ഈ ഒരു ചാക്രിക ലേഖനത്തിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സകല പ്രശ്നങ്ങളെക്കുറിച്ചും മാർപ്പാപ്പ പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പെടാതെ ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അതാണ് ഏറ്റവും പ്രധാനമായി. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇവർ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടത്? ആരുടെ കുറ്റം, ആരുടെ പ്രശ്നം? അങ്ങനെ പിന്തള്ളപ്പെട്ടവരോട് നമുക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? കറക്റ്റ്. അപ്പം മനുഷ്യൻ്റെ സാമൂഹികവും സാംസ്കാരികവും മതപരവുമായിട്ടുള്ള ബന്ധങ്ങളെ എല്ലാം ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഈ രാഷ്ട്രീയ മതഭേദം അങ്ങനെയുള്ള ഒന്നുമില്ലാതെ എല്ലാവരെയും ആകർഷിച്ച ഒരു ചാക്രിക ലേഖനമാണ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അംഗങ്ങൾ തന്നെ പല ചെറിയ സമ്മേളനങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഗൗരവമായിട്ട്. അത്രയും അവരെല്ലാവരെയും സ്വാധീനിച്ച ഇതൊരു ആഗോള വിഷയമായിട്ട് മാത്രമല്ല, ഇത് പഠിക്കാതെ ഇനി, അതായത് നമ്മൾ പറയത്തില്ലേ ലൗദാത്തോ സിക്ക് മുമ്പും ലൗദാത്തോ സിക്ക് ശേഷവും എന്ന് പറയാൻ അതിനത്രയും സ്വാധീനം വന്നിട്ടുണ്ട്. അതാണ് എല്ലാവരും ഇത് പഠിക്കുന്നത്. അടുത്ത ഒരു പോയിന്റ് എന്തോ, എങ്കിലും പോപ്പ് ഫ്രാൻസിസ് വളരെ നിരാശനായിരുന്നു. അതുകൊണ്ടാണ് 2023 മറ്റൊരു പരിസ്ഥിതി അപ്പസ്റ്റോളിക് എക്സോട്ടേഷൻ അദ്ദേഹം ലൗദാത്തെ ദേയും അപ്പം ഈ 2 ഡോക്യുമെന്റ്സും അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരിടത്ത് എന്നോട് ഇങ്ങനെ തന്നെ ചോദിച്ചു, ലൗദാത്തെ സിക്ക് ശേഷം ഒരു പിന്നാലെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വന്നോ? എനിക്കതൊന്നും അറിയത്തില്ല. അത് 2023 ഒക്ടോബർ 4 അതും ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസത്തിലാണ് പുറപ്പെടുവിച്ചത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയും 15 വർഷം കടന്നുപോയി ലൗദാത്തോ സി വന്നതിന് ശേഷം, പക്ഷേ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ സമൂഹത്തിൽ നടന്നിട്ടില്ല. ഒരുപാട് ചർച്ചകൾ വിധേയമായിട്ടുണ്ട്. മാത്രമല്ല മനുഷ്യരെ ചിന്തിപ്പിച്ചല്ലോ. ഈ മാറ്റങ്ങൾ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ടാൻജിബിളായിട്ട് അളക്കാൻ പറ്റത്തില്ല, അതിനപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ വേറെ എന്തൊക്കെ പോയിന്റ്സ് കൂടി? ഇതിനു മുമ്പ് പോപ്പ് ഫ്രാൻസിസ് ഇറക്കിയ ഒരു അപ്പസ്റ്റോളിക് എക്സോട്ടേഷൻ ഉണ്ട്, എവാഞ്ചേലി ഗൗദിയം. അതിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഒരു ചിന്തയാണ് ത്രോയവേ കൾച്ചർ. നമ്മുടെ സമൂഹത്തിലെ ഒരു കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റിയിലെ ഇന്ന് വളർന്നു വരുന്ന, അപ്പോൾ ആ ഒരു ത്രോയവേ കൾച്ചറും ഇതിൻ്റെ ഈ പരിസ്ഥിതിയുടെ പ്രശ്നമായി തീർന്നിട്ടുണ്ട്. പിന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി,
തീർച്ചയായിട്ടും അത് കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ മുമ്പ് കണ്ടിരുന്ന ഒന്നും തന്നെ ഇപ്പം ഇല്ലാതാകുന്നു, പലതും മൃഗങ്ങളും ഈ ഇൻസെക്ട്സ്. അത് പിന്നെ ജലക്ഷാമത്തെ കുറിച്ച് ഇഷ്യൂ ഓഫ് വാട്ടർ അത് അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ചിന്തയാണ്. അത് ശരിയാണ്. ഇനി അടുത്ത ഒരു യുദ്ധം, ഇനിയിപ്പോൾ യുദ്ധം ഉണ്ടെങ്കിൽ തന്നെ വാട്ടർ യുദ്ധമായിരിക്കും എന്നാണ് പറയുന്നത്. അതെ. ഈ വേറെ എന്താണ് ഇതിലുമായിട്ട് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട എന്തെങ്കിലും ഒരു പോയിന്റ് കൂടി ഇതിൽ? പിന്നെ ആദ്യത്തെ ഒരു 1-2 അധ്യായങ്ങളിൽ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു വെക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ കോമൺ ഹോം. അപ്പം അതിനുള്ളൊരു വിശകലനമാണ്, വളരെ ഒരു ഇക്കണോമിക്കലായിട്ടുള്ള ഒരു സാമൂഹിക സോഷ്യോ കൾച്ചറൽ ഇക്കണോമിക് വിശകലനമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട് പോപ്പ് ഫ്രാൻസിസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പോപ്പ് ഫ്രാൻസിസ് മുന്നിൽ വയ്ക്കുന്ന ഈ ഗ്ലോബൽ ഇക്കോളജിക്കൽ കൺവേർഷൻ അത് മനസ്സിലാകൂ. പിന്നെ ഇതിന് പ്രധാനമായിട്ടും അദ്ദേഹം കൊണ്ടുവരുന്നത് ഒരു ഉപാധി ഡയലോഗാണ്. അതാണ് വേണ്ടത്. അതെ, ഈ ഡയലോഗിൻ്റെ ഒരു കാര്യം ഈ പൗളോ ഫ്രെയറെ പോലുള്ള പിന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അവർ വിമോചനത്തിൻ്റെ ഒരു വലിയ മാർഗമായിട്ട് അവതരിപ്പിച്ചത് ഡയലോഗാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ ഡയലോഗിനെ തന്നെ പോപ്പ് ഫ്രാൻസിസ് പല തരത്തിലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അദ്ദേഹം പറയും ഡയലോഗ് വിത്ത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, പിന്നെ ഡയലോഗ് വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റി ടു ഇവോൾവ് എ ലോക്കൽ പോളിസി, പിന്നെ പറയും ഡയലോഗ് വിത്ത് സയൻസ് ആൻഡ് റിലീജിയൻ, then dialogue with the human community, the local communities here, പിന്നെ ട്രാൻസ്പെറൻസി ആൻഡ് ഡയലോഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോപ്പ് ഫ്രാൻസിസിൻ്റെ എല്ലാ ഡോക്യുമെൻസിലും ഒരു വെളിപ്പെട്ടു വരുന്ന ഒരു ചിന്ത ഡയലോഗ് ഉണ്ടാവണം, സംഭാഷണം വേണം. തീർച്ചയായിട്ടും വേണം. അതൊരു വളരെ നല്ല ഒരു കാഴ്ചപ്പാടാണ്. അപ്പം ഇതിനെയാണ് അദ്ദേഹം ഒരു ലൈൻ ഓഫ് അപ്രോച്ച്, ലൈൻ ഓഫ് ആക്ഷൻ ആയിട്ട് എടുക്കുന്നത്, ഡയലോഗ്. ഇതിന് ശേഷം വന്ന രണ്ടാമത്തെ ലേഖനമുണ്ട് ലൗദാത്തോ ദേവും. അതിലും പ്രധാനമായിട്ടും ഇതേ ചിന്തകൾ തന്നെയാണ് അവതരിപ്പിച്ചത്. പക്ഷേ പരിശുദ്ധ പിതാവിൻ്റെ ഒരു കൺസേൺസ്. അപ്പോൾ അവിടെ ഏറ്റവും സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യം വി ആർ ഓൾ ഇന്റർ റിലേറ്റഡ്, വി ആർ ഓൾ ഇന്റർ കണക്റ്റഡ്, ഇന്റർ ഡിപ്പെൻഡൻറ്റ്. ഈ 3 പദപ്രയോഗങ്ങൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പോപ്പ് ഫ്രാൻസിസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്, പാരസ്പര്യത്തിലുള്ളവരാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റൂ എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാട്. കഴിഞ്ഞ ദിവസം അച്ഛൻ ധ്യാനത്തിൽ ഗബ്രിയേൽ മർസേലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്. നമ്മളെല്ലാവരും ബന്ധമാണ് നമ്മളുടെ ഒരു അസ്തിത്വത്തിൻ്റെ ഘടകം. അതൊക്കെ ശരിയാണ്. അപ്പം അതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഈ ലേഖനത്തിന് ശേഷമാണ് പിന്നെ പ്രത്യലി തുത്തി വന്നത്. നമുക്ക് ആ പ്രത്യലി തുത്തിയെ ഒന്ന് വിശദീകരിക്കാം. ഫ്രatelli tutti 2020 ഇറങ്ങിയ ഒരു ചാക്രിക ലേഖനം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ലൗദാത്തോ സിയിൽ നിന്നും ഇതൊക്കെ ഉരുത്തിരിഞ്ഞു വന്നൊരു ചിന്തയുണ്ടല്ലോ, ഒരു ഹ്യൂമൻ ഒരു മാനുഷിക സാഹോദര്യം. ഇപ്പം ഈ മാനുഷിക സാഹോദര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മെൻ ആൻഡ് വുമൺ, സംതിങ് വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് സാഹോദര്യമാണ്. പ്രത്യേകിച്ച് ഈ വർദ്ധിച്ചു വരുന്ന യുദ്ധചിന്തകൾ, വിഭാഗീയത ചിന്തകൾ, അസഹിഷ്ണുത, അത് വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള, സമുദായങ്ങൾ തമ്മിലുള്ള, മതവിഭാഗങ്ങൾ തമ്മിലുള്ള. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് നമ്മെ ഇന്ന് നയിക്കേണ്ടത് ഒരു മനുഷ്യ സാഹോദര്യം. മനുഷ്യ സാഹോദര്യം മാത്രം പറയുന്നു. മനുഷ്യ സാഹോദര്യം മാത്രമല്ല, മൃഗങ്ങളോടും സസ്യങ്ങളോടും ജീവജാലങ്ങളോടും ഒക്കെ ഉള്ളൊരു സാഹോദര്യത്തിന്റെ കാര്യം പറയുന്നു. അത് വളരെ സുന്ദരമാണ്. അത് തീർച്ചയായിട്ടും. അല്ല, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരോട് പോലും തീർച്ചയായിട്ടും ഒരു പക്ഷേ അത് ലൗദാത്തോ സിയുടെ തുടർച്ചയായിട്ട് വേണം നമുക്കതിനെ കാണാനായിട്ട്. കാരണം ഇതിനു മുമ്പ് ഇറക്കിയിട്ടുള്ള
എവാഞ്ചേലി ഗൗദിയം ഒരു അപ്പസ്റ്റോളിക് എക്സോട്ടേഷനാണ് അതെ. ലൗദാത്തോ സി. ഇതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമുക്ക് ഈ ഫ്രത്തല്ലി തുത്തിയെ കാണാനായിട്ട്. ഫ്രത്തല്ലി തുത്തിയുടെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഫ്രത്തല്ലി തുത്തിയുടെ ഫ്രം ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും തുല്യരാണ്, ബഹുമാനിതരാണ്, അല്ലെങ്കിൽ ആദരവർഹിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ ഒരു സാഹോദര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളത്. ഞാൻ കുറച്ച് പോയിന്റ്സ് ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിലുള്ളത്: എ ഹാർട്ട് ഓപ്പൺ ടു ദ വേൾഡ്. ഹാർട്ട് ഓപ്പൺ ടു ദ വേൾഡ്, അതായത് ലോകത്തോട് തുറന്നിരിക്കുന്ന ഒരു ഹൃദയം. ഇൻക്ലൂസീവ് ഫാമിലി. കാരണം ഇന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ഫാമിലിയാണ്. എൻ്റെ കുടുംബം, എൻ്റെ സമുദായം, എൻ്റെ സമൂഹം. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്തയാണ് പോപ്പ് ഫ്രാൻസിസ് ഫ്രത്തല്ലി തുത്തിയിൽ ഇൻക്ലൂസീവ് ഫാമിലി. അവിടെ അവർ ഈ ഇൻക്ലൂസീവ് ഫാമിലി എല്ലാവരെയും സമാശ്ലേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ പോപ്പ് ഫ്രാൻസിസിന് ഇതിനൊരു ഒരു ആധാരമായിട്ടുണ്ടായിരുന്നത് ലൂക്കായുടെ സുവിശേഷമായിരുന്നു. എല്ലാവരെയും സമാശ്ലേഷിക്കുന്ന യേശുവിൻ്റെ ആ ഒരു ചിത്രം. പാപികളെയും പതിതരെയും ചുങ്കക്കാരെയും സമരിയക്കാരെയും രോഗികളെയും എല്ലാവരെയും സ്വീകരിക്കുന്നു. അപ്പോൾ ആ ഒരു ചിന്ത വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. പിന്നെ പറയുന്നത് എ സൊസൈറ്റി ദാറ്റ് ഇൻ്റഗ്രേറ്റ്സ് എവ്രി വൺ. അപ്പം ഈ സമൂഹം, ഒരു സമൂഹത്തിൽ ആരും അന്യരല്ല. അപ്പം എല്ലാവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സമൂഹത്തിലെ ഭാഗമായതുകൊണ്ട് അവർക്ക് അവരുടേതായ നിയതമായ അവകാശങ്ങളും നീതി കാര്യങ്ങളുമുണ്ട്. തീർച്ചയായും മനസ്സിലായി. സൊസൈറ്റി ദാറ്റ് ഇൻ്റഗ്രേറ്റ്സ് എവ്രി വൺ. മറ്റൊരു ചിന്ത പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്, നമ്മൾ ഈ ലൗദാത്തോ സിയിൽ കണ്ട ഫോസ്റ്ററിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റർ റിലേറ്റഡ്നെസ് ആൻഡ് ഇന്റർഡിപെൻഡൻസ്. മനസ്സിലായില്ലേ? പാരസ്പര്യം. നമ്മളാരും ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കുള്ള ഒരു തുരുത്തല്ല എന്നൊരു വലിയൊരു ചിന്ത. പിന്നെ ഒരു ചിന്ത വരുന്നത് എ സൊസൈറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദ നീഡ്സ് ഓഫ് എവരിവൺ. അപ്പം അങ്ങനെ ഒരു കൺസേൺ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആരും അവശത അനുഭവിക്കുന്നവരുണ്ടാവില്ല. അവരുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പരിഗണിക്കും. നമ്മുടെ ആവശ്യങ്ങളായിട്ട് അത് വലിയൊരു ചിന്തയാണ്. പിന്നെ ഒരു ചിന്ത, എ കമ്മ്യൂണിറ്റി ദാറ്റ് ഫോസ്റ്റേഴ്സ് ഹെൽത്തി നെയ്ബർഹുഡ് ഇൻ ദ വേൾഡ്. ഒരു അയൽവക്ക സംസ്കാരം നമുക്കുണ്ടാകുന്നത് നമ്മുടെ ഇന്ന് ഒരു പക്ഷേ നമുക്ക് ഇന്ന് ഇല്ലാതെ പോകുന്ന ഒരു സംസ്കാരം ഇതാണ്, ഒരു അയൽവക്ക സംസ്കാരം. ഇന്ന് നമ്മളിങ്ങനെ നമ്മുടെ വീടിനെ മതിൽ കെട്ടി അല്ലേ, വേർതിരിച്ച് സുരക്ഷിതമാക്കുന്ന. അപ്പോൾ അദ്ദേഹം പറയും ഒരു ഹെൽത്തി നെയ്ബർഹുഡ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യണം. അത് വളരെ അത്യാവശ്യം. രാജ്യങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ഒരു മതിലുകളാൽ വേർതിരിക്കപ്പെടുന്ന കുടുംബങ്ങളല്ല നമുക്ക് വേണ്ടത്, അയൽവക്കങ്ങളല്ല നമുക്ക് വേണ്ടത്. മതിലുകളില്ലാത്ത ഒരു സംസ്കാരം, ഒരു അയൽവക്ക കൂട്ടായ്മ വേണം. ഞാൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ ജീവിതം എന്ന പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മുമ്മ ആണ് ബെർലിൻ വോൾ വീണ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം മണിക്കൂറുകളാണ് അവരതേക്കുറിച്ച് സംസാരിച്ചത്. കാരണം അവരുടെ ജീവിതത്തിന്റെ അഭേദ്യമായ ഒരു കാര്യമാണത്. അത് അവർ ചർച്ച ചെയ്യാൻ വീട്ടിൽ, കുടുംബത്തിൽ. തീർച്ചയായിട്ടും ആ സംഗതികളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയും എ സൊസൈറ്റി ദാറ്റ് ഓവർകംസ് ദ ക്ലൗഡ്സ് ഓഫ് ദ ക്ലോസ്ഡ് വേൾഡ്. അത് ഈ മേഘങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മേഘങ്ങൾക്കപ്പുറത്തുള്ള സൂര്യനെയോ ആകാശത്തെയോ കാണാൻ പറ്റില്ലല്ലോ, അല്ലേ? ഈ ഒരു ഇമേജറിയാണ് പോപ്പ് ഫ്രാൻസിസ് ഇവിടെ കൊണ്ടുവരുന്നത്. ടു ഓവർകം ദ ക്ലൗഡ്സ് ഓഫ് ദ ക്ലോസ്ഡ് വേൾഡ്, ഗെറ്റോ മെന്റാലിറ്റി. അതിൽ നിന്ന് നമ്മൾ പുറത്തിറക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹ്യൂമൻ ഫ്രറ്റേണിറ്റി സാധിക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് എ സൊസൈറ്റി ദാറ്റ് ഓവർകംസ് ഇൻടോളറൻസ്, അസഹിഷ്ണുത. ഇന്ന് കൂടുതലായി വളർന്നൊരു കാര്യം ഇതാണ്. മനസ്സിലായില്ലേ? അതിപ്പം സമൂഹങ്ങളാണെങ്കിൽ തമ്മിലും വ്യക്തികളാണെങ്കിലും സമുദായങ്ങളാണെങ്കിൽ തന്നെയും മതവിഭാഗങ്ങളാണെങ്കിൽ തന്നെയും ഇന്ന് പൊതുവെ കണ്ടുവരുന്നൊരു പ്രവണത അസഹിഷ്ണുതയാണ്. അപ്പൊ ഈ അസഹിഷ്ണുതയെ ഓവർകം ചെയ്യണം. മറ്റൊരു ചിന്ത അദ്ദേഹം പറയുന്നത് to a society that overcomes the culture of throwaway.
അത് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ലൗദാത്തോ സിയിൽ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി പറയുന്നത് നമുക്ക് ഇന്ന് മുതിർന്ന നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാവരും ഇന്ന് ഓൾഡ് ഏജ് ഹോമിൽ എന്താണ് വലിച്ചെറിയപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ സാധാരണ ജീവിതത്തിൽ കണ്ടുവരുന്ന ഈ വലിച്ചെറിയപ്പെടുന്ന ഈ കൾച്ചർ ഉണ്ടല്ലോ, അത് നമ്മുടെ മനുഷ്യ ജീവിതം, മനുഷ്യ ബന്ധങ്ങളിലേക്കും വന്നിരിക്കുന്നു. അത് വന്നിട്ടുണ്ട്, ശരിയാണ്. ഇഫ് ഐ ആം നോട്ട് ഫിറ്റിംഗ് മനസ്സിലായല്ലേ? അപ്പോൾ അത് നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങളിലും വരുന്നുണ്ട്. ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ഈ ഡിവോഴ്സ് കേസുകളിലൊക്കെ മനസ്സിലായില്ലേ? അത് മനോഹരമായിട്ടൊരു കാഴ്ചപ്പാടാണ്. പിന്നെ അദ്ദേഹം പറയും എ കമ്മ്യൂണിറ്റി, എ സൊസൈറ്റി ദാറ്റ് ത്രോസ് ഓവർകംസ് ദ കൾച്ചർ ഓഫ് നോൺ കണക്ടിവിറ്റി, ഡിജിറ്റൽ നോൺ കണക്ടിവിറ്റി. ഇന്നൊരു സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഗമാണ്, ഏറ്റവും പുതിയ കാര്യമാണത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് മനുഷ്യബന്ധങ്ങളുണ്ടെങ്കിലും ആ മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയില്ലല്ലോ. ഇപ്പം ഇപ്പം എനിക്ക് അച്ഛനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം, ഞാൻ അച്ഛന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നു, അതിനൊരു അകൽച്ച. ഞാൻ അച്ഛനെ വിളിച്ച് അഭിനന്ദിക്കുന്നതിന് പകരം അച്ഛന് ഒരു ഇമോജി അയച്ച് ഞാൻ അഭിനന്ദിക്കും. അപ്പൊ ഇവിടെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും ബന്ധങ്ങളുടെ ഊഷ്മളതയില്ല. ഇത് അദ്ദേഹം പറയുന്നു, വളരെ വ്യക്തത പറയുന്നുണ്ട്. എ സൊസൈറ്റി ദാറ്റ് ഓവർകംസ് ഡിജിറ്റൽ നോൺ കണക്ടിവിറ്റി. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് ജീവിക്കുന്ന ഒരവസരത്തിലുണ്ട്. പിന്നെ അദ്ദേഹം പറയും a society that fosters a culture of fraternity. സാഹോദര്യം അഗെയിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ലൗദാത്തോ സിയിൽ കണ്ട അതേ ആശയം എ കൾച്ചർ ഓഫ് ഡയലോഗ്. ഇത് പോപ്പ് ഫ്രാൻസിസിന്റെ ഒരു മുഖമുദ്രയായിരുന്നു, പേപ്പസിയുടെ ഒരു മുഖമുദ്രയായിട്ട് തോന്നുന്നു. ഡയലോഗ് വേണം. ഡയലോഗ് എല്ലാത്തിനും ക്യൂറാണ്, അല്ലാതെ നമുക്ക് മാർഗമില്ല. ഇപ്പം നമുക്ക് ഗാന്ധിജി നോൺ വയലന്റ് മെത്തേഡ് പ്രപ്പോസ് ചെയ്തിരുന്നല്ലോ, അത് അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയും വിജയിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഈ വെറുതെ ഒരു നോൺ വയലന്റ് മെത്തേഡ് മാത്രം പോരാ, അതിന് മുന്നേ തന്നെയും അതോടൊപ്പവും പിന്നീടും നമുക്ക് ഈ ഡയലോഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. തീർച്ചയായിട്ടും വെച്ചാൽ ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചു വന്നിരുന്ന്, അല്ലെങ്കിൽ ഒരു കസേരയ്ക്ക് അപ്പുറവും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ചാൽ ചർച്ച ചെയ്താൽ തീരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഒരു പക്ഷേ. അത് ശരിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഫ്രത്തല്ലി തുത്തിയിൽ ഇപ്പോൾ ഫ്രാൻസിസ് സ്ട്രെസ് ചെയ്യുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റിയെക്കുറിച്ചാണ്, മനുഷ്യ മഹത്വത്തെക്കുറിച്ച്. മനുഷ്യൻ്റെ മഹത്വം, കാരണം നമ്മളെല്ലാവരും നമ്മുടെ ബൈബിളിൻ്റെ പഠനപ്രകാരം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് അവൻ്റെ ഡിഗ്നിറ്റിയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മാമോദീസായിലൂടെ ഒരു ക്രിസ്ത്യാനിക്ക് കിട്ടുന്നതും ഈ ക്രിസ്ത്യൻ ഡിഗ്നിറ്റി ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനം. അത് ആദരിക്കപ്പെടണം. നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ സഭയിലെ ഇക്വാലിറ്റി. അതാണ് അത് മെത്രാനും മാർപ്പാപ്പയും ബിഷപ്പും സകലമാന അച്ഛന്മാരും എല്ലാവരും ഈക്വലാണ് ബിഫോർ ദ ലോർഡ് ബൈ ബാപ്റ്റിസം. ആ ഒരു കൺസെപ്റ്റ് തീർച്ചയായിട്ടും എല്ലാത്തിലും ഉണ്ട്. പിന്നെ പോപ്പ് ഫ്രാൻസിസ് പറയും നമുക്കൊരു എന്താണ് സാർവത്രികമായിട്ടുള്ള ഒരു ഗ്ലോബൽ എത്തിക്സ് ഓഫ് സോളിഡാരിറ്റി. അപ്പോൾ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം ഉണ്ടല്ലോ. അത് പാവങ്ങളോടും പതിതരോടും, പ്രത്യേകിച്ച് സമൂഹത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളവരോടൊക്കെ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കും. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്കൊരു ഗ്ലോബൽ എത്തിക്സ് വേണം. അതൊരു ലോക്കൽ എത്തിക്സ് മാത്രം പോരാ, ഒരു ഗ്ലോബൽ എത്തിക്സ് ഓഫ് സോളിഡാരിറ്റി. പ്രത്യേകിച്ച് അവഗണന അനുഭവിക്കുന്നവർ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നവരോട്, അവരെയൊക്കെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇപ്പോൾ ഫ്രാൻസിസ് പറയുന്ന ഒരു ചിന്തന, ഫ്രിഞ്ചസ്, ദോസ് ഹു ലിവ് ഇൻ ദ ഫ്രിഞ്ചസ് ഓഫ് ദ സൊസൈറ്റി, പെരിഫറീസ് ഓഫ് ദ സൊസൈറ്റി, അതിരുകളിൽ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർ, അതിർവരമ്പുകളിൽ ജീവിക്കുന്നവർ, ഉപേക്ഷിക്കപ്പെട്ടവർ. ഇത് മനോഹരമായൊരു കാഴ്ചപ്പാടല്ലേ. മറ്റൊരു ചിന്ത അദ്ദേഹം പറയുന്നത് ഈ പ്രോപ്പർട്ടി റൈറ്റ്സിനും
നമുക്ക് ഒരു സംഗതി വേണമെന്നുള്ള പ്രോപ്പർട്ടി സൊസൈറ്റി ദാറ്റ് ഫോസ്റ്റേഴ്സ് or inclusive economy and inclusive property rights. പ്രോപ്പർട്ടി റൈറ്റ്സും പറയുന്നുണ്ട് അല്ലേ? ഓക്കെ. And inclusive property rights and inclusive economy. അത് ശരി. അപ്പോൾ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ അധിനിവേശത്തിൽ അതെ ആണല്ലോ ഇപ്പം നമ്മൾ ആ ഒരു ചിന്തയിലാണ് മുന്നോട്ട് പോകുന്നത്. പണ്ട് നമ്മൾ ഈ ഗ്ലോബലൈസേഷനും ജനറലൈസേഷനും ഉദാരവൽക്കരണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഘാതം ഇത്ര ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കി കരുതിയില്ല. അപ്പം ഇപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രാൻസിസ് പറയുന്നത് വി മസ്റ്റ് ഫോസ്റ്റർ എന്താണ് ഇൻക്ലൂസീവ് ഇക്കോണമി ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ അദ്ദേഹം പറയും ഈ ചാക്രിക ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ടും സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യം കോമൺ ഗുഡിനെ കുറിച്ചാണ്. അപ്പം എല്ലാം ഈ പ്രൈവറ്റ് എന്ന ചിന്തയാണല്ലോ, എൻ്റെ സ്വകാര്യം, എൻ്റെ അവസ്ഥ. പ്രൈവറ്റൈസേഷൻ, ഈ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ നമ്മൾ കരുതി എല്ലാവരുടെയും ആവുമെന്ന്. പക്ഷേ ഈ ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷനാണ്. എല്ലായിടത്തും അത് തന്നെയാണ് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഒരു കോർപ്പറേറ്റുകളുടെ കാലമായി പോയില്ലേ. അതാണ് ആ കോർപ്പറേറ്റുകൾ വന്നതോടുകൂടി ഗ്ലോബലൈസ്ഡ് സൊസൈറ്റി കോർപ്പറേറ്റുകളുടെ കീഴിൽ വന്ന് പ്രൈവറ്റൈസ്ഡ് ആയി. അതെ, അതാണ് വല്ലാത്തൊരു. തീർച്ചയായും ഒരു അവസാനത്തെ പോയിന്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, പോപ്പ് ഫ്രാൻസിസ് പറയും we must have a certain policies for political love for universal fraternity. Oh, great. Political love for universal fraternity. Universal fraternity. അതിനൊരു രാഷ്ട്രീയപരമായിട്ട് സ്നേഹം വേണം. ഒരു ദേശീയപരമായിട്ട് സ്നേഹം മാത്രം പോരാ, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്നേഹം. നമ്മൾ ലവ് സാധാരണ നമ്മൾ കേട്ട് പരിചയമുള്ള ലവ് യുവർ സെൽഫ്, ലവ് യുവർ നെയ്ബർ, ലവ് യുവർ ഫാമിലി, ലവ് യുവർ നേഷൻ. ബട്ട് ഇവിടെ ഒരു പടി കൂടി കടന്നുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് പറയുകയാണ് വി മസ്റ്റ് ഫോസ്റ്റർ പൊളിറ്റിക്കൽ ലവ് ഫോർ യൂണിവേഴ്സൽ ഫ്രറ്റേണിറ്റി. വെരി ഗുഡ്. മനോഹരമായിട്ടിരിക്കുന്നു. വളരെ സുന്ദരമാണ്. വളരെ സുന്ദരമാണ്. നമുക്ക് തൽക്കാലം ഇത് പൂർണ്ണമാക്കാം. കാരണം നമ്മൾ ഈ പോപ്പ് ഫ്രാൻസിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാക്രിക ലേഖനങ്ങളാണ് ഇത്. ലൗദാത്തോ സിയും ഫ്രatelli tutti. അത് ഡീൽ ചെയ്തു ഒരു ലോകത്തിലെ എല്ലാവരുമായി സംവദിക്കാൻ പറ്റുന്ന 2 ചാക്രിക ലേഖനം. ഞാൻ ഇത് അച്ഛൻ അവിടെ ധ്യാനാവസരത്തിൽ പറഞ്ഞപ്പോഴും ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴും ഒക്കെ വേറൊരു തരത്തിൽ കൂടി ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണ്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ എങ്ങാനും ഭാരതത്തിൻ്റെ ഭരണഘടന വായിച്ചിട്ടുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നു. എന്നെ അതൊരു വേറിട്ട ചിന്തയാണ്. നമ്മുടെ ഭരണഘടനയുടെ പ്രയാമ്പിളിൽ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതാണ് മനസ്സിലായില്ല. അപ്പം ഞാൻ നമ്മുടെ ഈ സംഭാഷണം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ട് പൂർണ്ണമാക്കാം. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഇങ്ങനെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ. We the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. That's great. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഇങ്ങനെയാണ് നമ്മുടെ പ്രിയാമ്പിൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 2 പ്രധാനപ്പെട്ട ചാക്രിക ലേഖനങ്ങളിലും കടന്നു വന്നിരിക്കുന്നു. ഈ ശരിക്കും ആ 2 ചാക്രിക ലേഖനങ്ങളും പഠിച്ചതിനെ തുടർന്ന് ഭരണഘടന കൂടി വായിക്കുകയാണെങ്കിൽ നമ്മൾ കുറെ കൂടി വളരെ വിഷനുള്ള ആളുകളായിത്തീരും. ഇത്രയും സമയം
നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ കാഴ്ചക്കാർക്ക് വേണ്ടിയും അച്ഛൻ ഇവിടെ വരികയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ 2 ചാക്രിക ലേഖനങ്ങളും വിശദീകരിച്ച് തരികയും ചെയ്തതിനും ഈ ആലപ്പുഴ രൂപതയിലെ വൈദികരെ പ്രചോദനാത്മകമായ രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലും രൂപതയ്ക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും അച്ഛനോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.